ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. അത് നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് ഇത്. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ശർക്കരയൊന്ന് ഉരുക്കി അത് പാനിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ട് വേണ്ടത് പഴം 3 ചെറുതായിട്ട് അരിഞ്ഞത്, 250 ml കപ്പിന് 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര, തേങ്ങ 1 മുറി ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇടാനായിട്ട് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞ് ഒന്നെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിയെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് അരച്ചെടുത്ത ബാറ്ററിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങായും കനം കുറഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും തേങ്ങായും ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏലക്കായും ജീരകവും പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു പാകത്തിനാണ് ഇത് വേണ്ടത്. ഒത്തിരി നീണ്ടുപോയാൽ അത് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റത്തില്ല. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഓയിലെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ കുറേശ്ശെ കോരി ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്.
വളരെ ഈസി ആയിട്ടും സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം റെസിപ്പി ഇഷ്ടമായ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.